ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി. ഒരാളെന്റെ ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. യൂട്യൂബിലൊക്കെ വീഡിയോ തുടങ്ങിയല്ലേ, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കൂടെ നിന്റെ വീഡിയോ ഒരു 5-6 വർഷത്തെ കണ്ടു. എന്നിട്ട് കുറേ ചിരിച്ചിട്ടു. ഇതേപോലെ പകുതി പേർക്ക് നന്നായിട്ട് പറഞ്ഞു, പകുതി പേര് നന്നായിട്ടില്ലാതെ പറഞ്ഞു. ബട്ട് എല്ലാവരും കോമൺ ആയിട്ട് അടുത്ത് പറഞ്ഞ കാര്യം, വീഡിയോ ഒക്കെ ഓക്കെ കുഴപ്പമില്ല, ബട്ട് ബാക്ക്ഗ്രൗണ്ട് കുറച്ച് മാറ്റം. സോ ഈ ബാക്കിൽ കൊടുത്ത കളർ എനിക്ക് ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ കുറേ കടകൾ തേടി പിടിച്ച്, അങ്ങനെയൊന്നുമില്ല, അവിടെ പോയപ്പോൾ ഈ കളർ കണ്ടു, വാങ്ങിക്കാൻ അടിച്ചു. എങ്ങനെയുണ്ട്? ഓക്കെ, എല്ലാമേ ഓക്കെ ആയിരുന്നു. ശരി, നല്ലൊരു സ്റ്റോറി വേണമല്ലോ വിചാരിച്ചിട്ട് നല്ല കഥകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ തന്നെ എനിക്ക് ഈ സ്റ്റോറി കിട്ടിയത്. എപ്പോഴുമേ ക്രൈം സ്റ്റോറീസ്, കില്ലിങ് സ്റ്റോറീസ് എല്ലാത്തിനുമേ നോർമലായിട്ടുള്ള കാര്യം എന്താ ചോദിച്ചാൽ, അറിയാതെ പോലും ഇത് പോലീസിൻ്റെ അടുത്ത് എത്താൻ പാടില്ല. ഈ തെളിവുകൾ അറിയാതെ പോലും പോലീസ് കണ്ടുപിടിക്കാൻ പാടാണ്. ബട്ട് ഇവിടെ തെളിവുകളെല്ലാമേ പോലീസിന് കൊടുത്തത് ആ കൊലയാളി തന്നെയാണ്. ഓക്കെ, ഇറ്റ്സ് മീ ഏകഗി, വെൽക്കം ടു യു. 2006 ഒക്ടോബർ 20 ഡൽഹിയിലെ ഹരിനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരികയാണ്. അന്നാണ് നൈറ്റ് ഡ്യൂട്ടി ചെയ്തിരുന്നത് ബാലകൃഷ്ണൻ. അദ്ദേഹം ഫോൺ എടുത്തിട്ട്, ഹലോ, ആരാണ്? അപ്പോൾ ഓപ്പോസിറ്റ് ആയിരുന്ന ഒരാൾ, നിങ്ങൾ തീഹാർ ജയിലിൽ 3ാം ഗേറ്റിലേക്ക് 2 പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടില്ലേ? അവരെ കൊണ്ട് യാതൊരു ഉപയോഗവും നിങ്ങൾക്കുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറ്റുമെങ്കിൽ അവർ വേറെ വല്ല പണിക്കും പറഞ്ഞയക്കുക. അവരുടെ കൺമുൻപിൽ കൂടെ ഞാനൊരു ഡെഡ് ബോഡി അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്, വേണമെങ്കിൽ പോയി ഒന്ന് തുറന്നു നോക്ക് എന്ന് മാത്രം പറഞ്ഞിട്ട് ആ കോൾ കട്ടാകുകയാണ്. കോൾ എടുത്ത പോലീസ് ഓഫീസറോ, ഓഹോ, എന്ത് ചോദിച്ചാൽ ജസ്റ്റ് ഗൂഗിൾ ഇപ്പോൾ സേഫസ്റ്റ് ജയിൽ ഇൻ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്താൽ ഫസ്റ്റ് വരുന്നത് തിഹാർ ജയിൽ. അങ്ങനെ ഒരു ജയിലിന് മുമ്പിൽ, അതും ഇത്ര പോലീസുകാരുള്ളപ്പോൾ, ഒരു ഡെഡ് ബോഡി കൊണ്ടിട്ടിരിക്കുന്നു പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുമോ? പക്ഷെ പ്രോട്ടോകോൾ അനുസരിച്ച് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വിചാരിച്ചിട്ട് അന്ന് ആ ഗേറ്റിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന ബൽബീർ എന്നൊരു ഓഫീസർക്ക് ഇൻഫോം ചെയ്യാണ്. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞ് ബൽബീർ സ്റ്റേഷനിലേക്ക് ഓടിയെത്തുകയാണ്. ഞാൻ അവിടെ പോയി ചെക്ക് ചെയ്തു. അവിടെ ഒരു കൂടയിൽ ഒരു ചാക്കി കെട്ടിയ നിലയിൽ എന്തോ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ കെട്ടഴിച്ച് നോക്കിയപ്പോൾ അതിലൊരാളുടെ കൈ. ഇത് കേട്ട ശേഷം അവിടെയുള്ള എല്ലാ പോലീസ് ഓഫീസറും ചേർന്ന് അവിടെ എത്തി ആ കെട്ടെല്ലാം അഴിച്ചു നോക്കി. ഒരാളുടെ തലയറുത്ത ശേഷം ആ കഴുത്തിൽ പ്ലാസ്റ്റിക്കും പേപ്പർ, തുണി മറ്റും കൊണ്ട് ടൈറ്റായി കെട്ടി, ഒരു തുള്ളി ചോര പോലും പുറത്തു വരാത്ത രീതിയിൽ ഒരു ചാക്കി കെട്ടിയൊരു ഡെഡ് ബോഡി അവിടെ നിന്ന് കിട്ടുകയാണ്. കൂടെ ഒരു ലെറ്ററും. ആ ലെറ്ററിൽ തുടങ്ങുന്നത് തന്നെ ഡൽഹി പോലീസിനെ തെറി പറഞ്ഞുകൊണ്ടുള്ളതായിരുന്നു. പിന്നീട് ഉണ്ടായിരുന്ന ലൈനുകൾ, ആവശ്യമില്ലാത്ത കേസിന് നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്ത് കുറേ ഉപദ്രവിച്ചു, ഇപ്പം ഞാനൊരു കൊല ചെയ്തിട്ടുണ്ട്, പറ്റുമെങ്കിൽ എന്നെ ഒന്ന് പിടിച്ചു കാണിക്കുക. തിരിച്ച് സ്റ്റേഷനിലെത്തിയ ബാലകൃഷ്ണന് അടുത്തൊരു കോൾ കൂടി വരികയാണ്. അതിലും ആദ്യം വിളിച്ച ആൾ തന്നെയാണ്. നിങ്ങളുടെ SHOൻ്റെ നമ്പറൊന്ന് എനിക്ക് അയക്കി എന്നായിരുന്നു അതിൽ. SHO എന്ന ദ സ്റ്റേഷൻ ഹോം ഓഫീസർ, അതായത് ആ സ്റ്റേഷന്റെ ഫുൾ കൺട്രോൾ അദ്ദേഹത്തിന്റെ കയ്യിലായിരിക്കും. അടുത്ത കോൾ SHO സുന്ദർ സിംഗ് യാദവിന്റെ. സംസാരിച്ച് തുടങ്ങി തന്നെ, നിങ്ങൾക്ക് ഇതുപോലെ നിറയെ സമ്മാനങ്ങൾ ഇനിയും ഞാൻ കൊടുത്തയക്കും. ബാക്കിയെല്ലാം പറഞ്ഞത് ആ ലെറ്ററിലുണ്ടായിരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ബൽബീർ എന്ന പേര് എടുത്തെടുത്ത് പറഞ്ഞു. ആദ്യമൊക്കെ രഹസ്യമായി വെച്ചെങ്കിലും ഒരു ബീഹാറിയാണ് എഴുതിയതെന്ന് പോലീസ് കണ്ടെത്തുകയാണ്. പിന്നീടുള്ള തെളിവ്, ആ കൊലയാളി പിന്നെ എടുത്തു പറഞ്ഞ ബൽബീർ എന്ന പേര്. ഏകദേശം എല്ലാ എവിഡൻസും കിട്ടി. ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 2007 ഏപ്രിൽ 25 ഇന്നും ബൽബീർ തന്നെയാണ് അവിടെ ഡ്യൂട്ടിക്ക്. 3ാമത്തെ ഗേറ്റ്. പോയ പ്രാവശ്യം എവിടെ ആ ബോഡി കണ്ടെത്തിയോ 1 മീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ
മറ്റൊരു കൂടെ കൂടി അവിടെ കണ്ടെത്തുന്നത്. ബട്ട് ഇത് രാവിലെ